ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധാരണ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുക, വിൽ അല്ലെങ്കിൽ ഷാൽ. എന്നാൽ ഫ്യൂച്ചർ ടെൻസ് ഇല്ലാതെ എങ്ങനെ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാമെന്നത് നമ്മൾ മുൻപേ പഠിച്ചതാണ്. ഇത്തരത്തിലൊരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഭാവി കാര്യങ്ങൾ പലതരത്തിലാണ് നമ്മൾ പറയാം. ചില കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും, എന്നാൽ ചില കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഇത്തരത്തില് നേരത്തെ തീരുമാനിച്ച നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഫ്യൂച്ചർ ടെൻസ് ഇല്ലാതെ പറയാം എന്നതാണ് ഇന്ന് നോക്കുന്നത്. സെന്റൻസസ് നോക്കാം. ഈ സെന്റൻസ് ശ്രദ്ധിച്ചേ. അവർ അടുത്ത ആഴ്ച വിവാഹിതരാകുന്നു. അവർ അടുത്ത ആഴ്ച വിവാഹിതരാകുന്നു. നിയർ ഫ്യൂച്ചർ ആണല്ലേ. നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം മാത്രമല്ല, പ്രീ പ്ലാൻഡ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള സെന്റൻസുകള് ഫ്യൂച്ചർ ടെൻസ് ഇല്ലാതെ, വില്ലും ഷാലും ഇല്ലാതെ എങ്ങനെ പറയാം എന്നതാണ് നോക്കുന്നത്. അവർ അടുത്ത ആഴ്ച വിവാഹിതരാകുന്നു. അവർ, they are getting married next week. അടുത്ത ആഴ്ചയല്ലേ, next week. They are getting married next week. സെന്റൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ വില്ലോ ഷാലോ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. They are getting married next week. നിയർ ഫ്യൂച്ചർ ആണ്. നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞധികം വൈകാതെ, വിത്തിൻ മന്ത് അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോ they are getting married next week. അടുത്ത സെന്റൻസ്, അവർ അടുത്ത സൺഡേ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അവർ അടുത്ത സൺഡേ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. വീണ്ടും അവരാണ്. അപ്പൊ they are moving അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് എഴുതാം കേട്ടോ. to a new house എന്നാ മാറുന്നേ, നെക്സ്റ്റ് സൺഡേ. They are moving to a new house next Sunday. അടുത്ത സൺഡേ അവര് പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. They are moving to a new house next Sunday. ഇവിടെയും സെന്റൻസിൽ will അല്ലെങ്കിൽ shall ഇല്ല. അപ്പോ ഇത്തരം വേർഡ്സ് ഇല്ലാതെയും നമുക്ക് എന്ത് പറയാം? ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. അടുത്ത സെന്റൻസ്, അടുത്ത മാസം അവർ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. അടുത്ത മാസം കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു, അതായത് അടുത്ത മാസമാണ് അവരുടെ ഡെലിവറി. They are expecting the baby next month. They are expecting the baby next month. അടുത്ത മാസം അവൻ പുതിയ ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അടുത്ത മാസം അവൻ പുതിയ ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. He is opening a new hotel next month. He is opening a new hotel next month. ഇപ്പൊ ഈ സെന്റൻസുകൾ എഴുതിയതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ കൂടെ പറയുന്ന ആക്ഷൻസ് എല്ലാം ING ഫോമിലാണ് നമ്മൾ എഴുതിയത്. ഓപ്പണിംഗ്, ഗെറ്റിംഗ്, മൂവിങ് എന്നിങ്ങനെ ING ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എഴുതിയത്. ഇത് എഴുതുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്നെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ I am ചേർത്ത് വേണം എഴുതാൻ. എന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ I am. ഇനി ഞാൻ അവനെയോ അവളെയോ അതോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണോ പറയുന്നതെങ്കിൽ അവിടെ എഴുതുന്നത് he, she,
ഇറ്റ് ഈസ്. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് പ്ലസ് ing ഫോം. ഇനി പറയുന്നത് ദേ, വി, യു. ഇവരെ കുറിച്ചാണെങ്കിൽ നമ്മൾ ആറ് ചേർത്ത് വേണം പറയാൻ. ദേ ആർ, വി ആർ, യു ആർ. ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ing ചേർത്ത് പറയുമ്പോൾ നമുക്ക് വിൽ അല്ലെങ്കിൽ ഷാൽ ഇല്ലാതെ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാം. സാധാരണ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ്. ഐ എം റീഡിങ് എ ബുക്ക് നൗ. കണ്ടോ, ഐ ആം റീഡിങ് എ ബുക്ക് നൗ. ഞാൻ ഇപ്പൊ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ മുന്നേ പഠിച്ചു വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാനാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാ? ഐ ആം സ്റ്റാർട്ടിങ്, they are moving, she is expecting എന്നിങ്ങനെ. മുഴുവൻ സെന്റൻസ് എഴുതുന്നില്ല, ഷീ ഈസ് എക്സ്പെക്ടിങ് എന്നിങ്ങനെ. ഇവിടെ നോക്കിയേ, ഈ ഒരു പാറ്റേൺ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മുഴുവനും ടെൻസിനെ കുറിച്ചല്ല പറയുന്നത്, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. സാധാരണ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രീ പ്ലാൻഡ് ആയിട്ട് നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ing ചേർത്ത് എഴുതുന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതിന്റെ കൂടെ മറ്റൊരു പോയിന്റ് കൂടി പറയാം. ഗോയിങ് ടു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഐ എം ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു എന്നൊക്കെ. ഇവിടെയും ing ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഗോയിങ് ടു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഗോയിങ് ടു യൂസ് ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് മന്ത് അച്ഛനൊരു പുതിയ കാറ് വാങ്ങിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് മന്ത് അച്ഛനൊരു പുതിയ കാറ് വാങ്ങിക്കാൻ പോവുകയാണ്. എങ്ങനെ പറയാം? മൈ ഫാദർ ഈസ് ഗോയിങ് ടു ബൈ a new car next month. Next month. My father is going to buy a new car next month. Next month അച്ഛനൊരു പുതിയ കാറ് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ഭാവിയിലെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് ഗോയിങ് ടു. മൈ ഫാദർ ആയതുകൊണ്ടാണ് ഈസ്. മഴ പെയ്യാൻ പോവാണ്. മഴ പെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈസ് യൂസ് ചെയ്തു. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. അവർ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണ്. അവർ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണ്. ദേ ആർ going to buy a new dress. ഇവിടെയും പ്രീ പ്ലാൻഡ് ആണ്. they are going to buy a new dress. നിയർ ഫ്യൂച്ചറിൽ പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ ഗോയിങ് ടു യൂസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവർ എന്ന വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്തത്. they are going to buy a new dress. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. സാധാരണ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ അല്ലെങ്കിൽ ഷാൽ ആണ്. ഐ വിൽ ഗോ, ഹി വിൽ കം എന്നിങ്ങനെ. എന്നാൽ പ്ലാൻഡ് ആക്ഷൻസ്, അതും നിയർ ഫ്യൂച്ചറിലാണെങ്കിൽ അവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു ടെൻസ് ആണ് ഇത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈസ് എം ആറിന്റെ കൂടെ
ING ഫോം ചേർത്ത് കൊടുത്താൽ മതി. വെർബ് പ്ലസ് ING ഫോം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു. ഇത്രയും നാളും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഐ എം വാച്ചിങ് എ വീഡിയോ നൗ. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാനും സാധിക്കും. അതോടൊപ്പം നമ്മൾ പറഞ്ഞത് ഗോയിങ് ടു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.